അപ്പോൾ നമ്മുടെ പ്രത്യക്ഷമായി ക്ലാസ് നിർത്തി വെച്ചിട്ട് കൊണ്ട് തുടങ്ങാണ്. നമ്മൾ കഴിഞ്ഞ ഇപ്പോൾ കാണുന്ന ചാപ്റ്ററിൽ നമ്മൾ കുറേ ഡയഗ്രാംസ് പഠിച്ചു. ലാറ്റമൽ ഡയഗ്രാം, ഫ്രോസ്റ്റ് ഡയഗ്രാം, ഫോർബേസ് ഡയഗ്രാം ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിൽ പഠിക്കാനുള്ളത് ഇതൊരു കണക്ഷനൊന്നും ഇല്ലാത്ത കാര്യമാണ്. ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സിനെ പറ്റിയാണ്. നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതാണ്. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. ചോദിക്കുന്നത് ആദ്യ സിലബസ് കാണുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ 4f ആൻഡ് 5f ഓർബിറ്റൽസ്, പിന്നെ സ്പെക്ട്രൽ ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ഇത്തരം കാര്യം മാത്രമേ പറയുന്നുള്ളൂ സിലബസിൽ. 4f ഓർബിറ്റൽ 5f ഓർബിറ്റൽ തമ്മിലുള്ള വ്യത്യാസം, പിന്നെ സ്പെക്ട്രൽ ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. അത് കഴിഞ്ഞാൽ പിന്നെ യുറേനിയത്തിലെ കുറച്ച് കോമ്പൗണ്ട്സ്, അതൊക്കെ അതിൽ പറയുന്നുള്ളൂ. വളരെ അവിടുന്ന് ഇവിടുന്ന് എടുത്ത് പറയുന്ന പോലെയാണ്. നമുക്ക് അത് മാത്രം പഠിച്ചാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കാനുള്ള സമയം നമുക്ക് ഇപ്പം ഇല്ലാത്തതാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സ്. F block elements periodic table S block, P block, D block, F block. അതായത് periodic table താഴെ നമ്മൾ കാണുന്ന അറ്റോമിക് നമ്പേഴ്സ് എത്ര നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. ലന്താനം കഴിഞ്ഞിട്ട് വരുന്നതാണ് ലാന്തനൈഡ്സ്. Where the S last electron enters the F orbital എന്നാണ് പറയുന്നത്. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ അതിൽ വരും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ലാന്തനം എന്താ റെഡി വരുന്നത് periodic table നമ്മുടെ D block എലമെന്റ് ശ്രദ്ധിക്കുക. 3D, 4D, 5D. 5D ബ്ലോക്കിൽ വരുന്ന ഫസ്റ്റ് എലമെന്റ് ആണ് ലന്താനം അല്ലേ? സ്കാൻഡിയം, ഇട്രിയം ആൻഡ് ലന്താനം. സോ വാട്ട് ഈസ് അറ്റോമിക് നമ്പർ ഓഫ് ലന്താനം? നമുക്ക് കണക്കൂട്ടാവുന്നതാണ്. സ്കാൻഡിയത്തിന് അറ്റോമിക് നമ്പർ നമുക്കറിയാം. എത്രയാണ്? 21 ആണ്. എത്രയാണ്? അതിനോട് 18 കൂട്ടുക 39 ആണ്. ഇത് എത്രയാണ്? 57. കൊണ്ടൊരു 18 എന്ന് പറഞ്ഞാൽ S2P6 B10 ആണ് 18 വരുന്നത്. അപ്പോൾ 57 is the atomic number of lanthanum, and from the atomic number 58 onwards the lanthanides, lanthanum and the lanthanides, lanthanum കൊണ്ട് നമ്മൾ lanthanides കൂട്ടാറുണ്ട്, lanthanum ഒഴിവാക്കിയിട്ട് lanthanides പറയാറുണ്ട്. ചിലപ്പോൾ lanthanum and the lanthanides എന്നാണ് പറയുന്നത്. So atomic number 58 സീറിയം മുതലുള്ള എത്ര വരെ? 57 14 കൂട്ടുക എത്രയാണ്? 71. ലുട്ടീഷ്യം വരെയുള്ള 14 എലമെന്റ്സ്. സീറിയം ടു ലുട്ടീഷ്യം. സീറിയം, പ്രൈസോഡിയം, നിയോഡിയം, പ്രോമീത്യം, സമേരിയം, ഗുഡോണിയം എന്നിട്ട് അങ്ങനെ പോകും. അവസാനത്തെ എലമെന്റ് ആണ് ലുട്ടീഷ്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ആക്ടിനൈഡ്സ് 5f ഗ്രൂപ്പ്. അതെടുത്ത് വരുന്നത് അത് ലന്താനത്തിന് താഴെ വരുന്ന ആക്ടീനിയം. And what is the atomic number of actinium? 57 കൂടി എത്ര കൂട്ടുക? 32 കൂട്ടുക. എന്താണ് ഒരു F ബ്ലോക്ക് വന്നു മനസ്സിലുണ്ടെങ്കിൽ 32 കൂടി atomic number കിട്ടും. 52, 53, 30, 89 ആണ് ആക്ടീനിയം. ആക്ടീനിയം കഴിഞ്ഞ് വരുന്ന വീണ്ടും വരുന്ന 14 എലമെന്റ്സ്. തോറിയം atomic number എത്രയായിരിക്കും? 90 മുതൽ അറ്റോമിക് നമ്പർ എത്ര വരെ? 103 വരെ വരുന്ന എലമെന്റ്സ്. 103 ആക്ടീനിയം is 89 103. ഇവിടുത്തെ 4f series or the lanthanides are elements from atomic number 58 to 71 or sometimes it is 57 to 71. ലന്താനം കൂടെ കൊടുത്തപ്പോൾ അതുപോലെ ആക്ടിനൈഡ്സിൽ ആക്ടീനിയം കൂടെ കൂട്ടാറുണ്ട്. 89 14 കൂട്ടിയാൽ മതി. 103 കിട്ടും. 90ാമത്തെ തോറിയം മുതൽ 103ാമത്തെ എലമെന്റ് വരെ വരുന്ന എല്ലാം എന്തിൽ വരുന്നു? 5f സീരീസ്. ഈ രണ്ട് സീരീസ് നമ്മളെ F ബ്ലോക്ക് എലമെന്റ്സ് 14 28 എലമെന്റ്സ്. ചിലപ്പോൾ ആദ്യത്തെ അവസാനത്തെ ഒഴിവാക്കിയിട്ടൊക്കെ പറയാറുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതിന് വലിയ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. മനസ്സിലാക്കുക. ലന്താനം is atomic number 57 and you can see that in all these elements as the F group F orbitals are involved. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ 4f and 5f orbitals എന്നാണ്. നമുക്കറിയാം ഇലക്ട്രോൺസ് ആർ ഫീൽഡ് ഇൻ ദി സക്സസീവ് ഓർബിറ്റൽസ് ആസ് പെർ ദി ഹാഫ് പ്രിൻസിപ്പിൾ അല്ലേ? അതൊക്കെ നമ്മൾ പഠിച്ചാണ്. നമുക്ക് നോക്കാം എന്താണ് ലാന്തനൈഡ്സിന്റെയും ആക്ടിനൈഡ്സിന്റെയും ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നത്. നമ്മുടെ സിലബസിനെ പ്രത്യേകം പറയുന്നില്ലെങ്കിലും നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം F ഓർബിറ്റ് വരുന്ന ആദ്യം
ഫോർത്ത് മെയിൻ ഷെല്ലിലാണ്. അപ്പോൾ 4 S2 P6 D10 F0 2 to 14. 4S കഴിഞ്ഞാൽ 5 S2 P6 D0 1 6 S2. ഇതാണ് നമ്മുടെ അതിന്റെ പേരിൽ എന്താണ് 2 8 18 എന്നുള്ള ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയ ഷെല്ല് ഉണ്ടാവും. തേർഡ് മെയിൻ ഷെല്ലാണ്. 4ല് എസിലും പിയിലും ഡിയിലും എഫിലേക്കാണ് this is the ultimate shell, this is the penultimate shell, this is the pre-penultimate shell. The differentiating electron goes into the f orbital. ഇവിടെ കാണുന്ന ഈ D0 നമുക്കറിയാം D01 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഇലക്ട്രോൺ ഫിൽ ചെയ്യാൻ മുമ്പേ ഒന്നോ ചിലപ്പോൾ 0 ചിലപ്പോൾ ഒരു ഇലക്ട്രോൺ. ഇതിൻ്റെയൊക്കെ കോൺഫിഗറേഷനിൽ ചെറിയ കോൺട്രവേഴ്സി ഉണ്ട്. കാരണം ഈ ഓർബിറ്റൽസ് ഒക്കെ എനർജിയിൽ വരുന്ന വ്യത്യാസം നമുക്കറിയാം. മെയിൻ ഷെല്ലിന്റെ ഇത് കൂടുന്നതനുസരിച്ച് സക്സസീവ് ഓർബിറ്റൽസ് തമ്മിൽ വരുന്ന എനർജിയുടെ വ്യത്യാസം വളരെ കുറവാണ്. ഓൾമോസ്റ്റ് ഈക്വൽ എനർജിയാണ്. അതാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്. എഫിൽ വരുമ്പോൾ ഡിയിൽ എപ്പോഴും ഒരു ഇലക്ട്രോൺ പോയിട്ടുണ്ടാവും. അതിന് ശേഷമാണ് എഫിൽ. അതാണ് F0 പിന്നെ 2 to 14 എന്ന് പറയുന്നത്. ഡിയിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. അത് ചിലപ്പോൾ F14 ഒക്കെ വരുമ്പോൾ ഡിയിൽ 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ടൈപ്പ്. The general electronic configuration for lanthanides can be written like this, and for actinides it will be slightly different. 2 8 18 32. Then 5 S2 P6 D10 F0 2 to 14 and 6 S2 P6 D0 1 2 and 7 S2. This is the general electronic configuration for actinide series. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഈ ഡി ഓർബിറ്റൽ ശരിക്കും ഇത് കഴിഞ്ഞാൽ പിന്നെ വരേണ്ട ഇലക്ട്രോൺ എവിടെയാണ് വരേണ്ടത്? ചിലപ്പോൾ ഒന്നോ രണ്ടോ ചിലപ്പോൾ ലന്ത്രൻ സൈഡ്സിൽ ഒരു ഇലക്ട്രോൺ, ചിലപ്പോൾ ആക്ടിനൈഡ് സൈഡ്സിൽ 2 ഇലക്ട്രോൺ വരെ ഈ ഓർബിറ്റിൽ ഫിൽ ചെയ്തതിനു ശേഷമായിരിക്കും പലപ്പോഴും ഇതിൽ ഫിൽ ചെയ്യുക. അതിൽ തന്നെ എഫിൽ നമുക്കറിയാം കോൺഫിഗറേഷൻ പഠിക്കാൻ പറയുന്നില്ലെങ്കിലും എഫിൽ വരുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 0 7 14 ഒക്കെ ആവുമ്പോൾ നമുക്കറിയാം കംപ്ലീറ്റ്ലി എംപ്റ്റി കംപ്ലീറ്റ്ലി ഫീൽഡ് ഹാഫ് ഫീൽഡ് ഒക്കെ ആവുമ്പോൾ ചിലപ്പോൾ ഇലക്ട്രോൺസിന്റെ എണ്ണം അങ്ങോട്ടും മാറി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ മാറുന്നുണ്ടാവും. And you can write only this type of general electron. ഈ 32 ഇവിടെ വരുന്നതാ 4 2 6 8 18 32 ഒരു ഷെല്ലും കൂടി ഇവിടെ വരുന്നതുകൊണ്ടാണ് 2 8 18 32 വെച്ചിട്ടാണ് 5 S2 P6. This is for actinides and this is for the general electronic configuration of lanthanides and actinides. Okay, ശ്രദ്ധിക്കുക അങ്ങനെ വരുന്നത് വളരെ എളുപ്പമാണ്. നമുക്കറിയാം 4F ലാണ് ആദ്യം F ഓർബിറ്റിൽ വരുന്ന ആദ്യം 4 മെയിൻ ഷെല്ലിലാണ്. ഫസ്റ്റിൽ എസ് മാത്രമേ ഉള്ളൂ നമുക്കറിയാം. 2ൽ എസും ബി ഉണ്ട്, 3ൽ എസും പിയും ഡിയും ഉണ്ട്. 4ലാണ് ആദ്യമായിട്ട് എഫ് ഓർബിറ്റിൽ പ്രത്യക്ഷപ്പെടുന്നത്. 4S2 4S 4P 4D and 4F. ഇപ്പോൾ 4th മെയിൻ ഷെല്ല് 4sPD എഫില് ഇലക്ട്രോൺസ് ഫിൽ ചെയ്ത് വരുന്നതാണ് ലാന്തനൈഡ്സ് എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് നമുക്കറിയാം അതിന്റെ പ്രീ പെനൾട്ടിമേറ്റ് ഷെല്ലിൽ ഉണ്ടാവും 5S2 P6 D ഉണ്ടാവണമെന്നില്ല ശരിക്കും തിയററ്റിക്കലി. പക്ഷെ ഡിയില് 0 1 ഇലക്ട്രോൺ വന്നതിന് ശേഷമാണ് എഫിൽ ഫിൽ ചെയ്യുന്നത്. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവുന്നതാണ് ആവശ്യം. ഇവിടെ നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ 6S2 അടുത്ത എത്തുമ്പോൾ ചിലപ്പോൾ ഈ ഡിയിൽ വരുന്ന ഇലക്ട്രോൺസിനോട് ഒന്നുകൂടി കൂടും. 0 1 or 2 ആവും. അതിനുശേഷമാണ് എഫിൽ പലപ്പോഴും ഇലക്ട്രോൺസ് പോകുന്നത്. ശ്രദ്ധിക്കുക. This is the general electronic configuration for actinides and this is that for lanthanides. In the lanthanides, the 4F orbitals are filled. In the actinides, the 5F orbitals are filled. And in our syllabus, you are asked to study something about the difference. Again, syllabus difference between the 4F and 5F orbitals. 4F orbital 5F പ്രധാന വ്യത്യാസം എന്താണെന്ന് പഠിക്കുക. അതിനുശേഷം അതിന്റെ സ്പെക്ട്രൽ പ്രോപ്പർട്ടീസും പിന്നെ എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും എന്ത് വ്യത്യാസം ഉണ്ടെന്ന് പഠിക്കുക. അതിനുശേഷം യുറാനിൽ കോമ്പൗണ്ട്സും പിന്നെ അവസാനം എന്താണ് സൂപ്പർ ഹെവി എലമെന്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ആ ചാപ്റ്ററിൽ നമുക്ക് ബാക്കി വരുന്നത്. ആ ചാപ്റ്റർ നമുക്ക് തുടങ്ങുന്നത് തന്നെ വളരെ വിചിത്രമായിട്ട് നമുക്കറിയാം. ആദ്യം പഠിച്ച ഐസോപോളി ആൻഡ് ഹെട്രോപോളി ആസിഡ്സ് അതിലാണ് വരുന്നത്. അതിനുശേഷം പഠിച്ച ലാറ്റിമർ ഡയഗ്രോം, എലിഹാൻ ഡയഗ്രോം, ഫ്രോസ്റ്റ് ഡയഗ്രോം, ഫോർമാക്സ് ഡയഗ്രോം ഒക്കെ വരുന്നത്. അതിനുശേഷം വരുന്നതാണ് ഈ കാര്യങ്ങൾ. ഇതൊക്കെ കൂടി ഞാൻ ഹൗസിന്റെ ടോപ്പിക് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഓരോന്നും തമ്മിൽ ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഓരോന്നും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ആദ്യം തന്നെ വരുന്നത് എന്താണ്? ആദ്യം തന്നെ വരുന്നത് നമ്മുടെ വേറെ പഠിച്ചു വെച്ചാൽ മതി. സിലബസ് അങ്ങനെ വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
ആദ്യം വരുന്നത് നമ്മുടെ ഐസോപോളി ആൻഡ് ഹെറ്ററോപോളിയാസിസ് എന്നാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ്? നമ്മുടെ ഡയഗ്രാംസ് ആണ്. എലിഹ ഡയഗ്രാം, ലാറ്റിമൺ ഡയഗ്രാം, ഫ്ലോസ്റ്റി ഡയഗ്രാം ആൻഡ് ഫോർബാക്സ് ഡയഗ്രാം. അത് കഴിഞ്ഞ് വരുന്നതാണ് ഈ പറഞ്ഞ നേരെ പറയുന്ന വാക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർവേഡ് കണക്ഷൻ തോന്നില്ല, നമുക്ക് കുഴപ്പമൊന്നുമില്ല. 4f ആൻഡ് 5f ഓർബിറ്റിൽ നിന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്ത് വരുന്നത്, ശ്രദ്ധിക്കുക. അതുപോലെ പീരിയോഡിക് ടേബിൾ അതിന്റെ സ്ഥാനങ്ങളെ ശ്രദ്ധിക്കുക, എവിടെയൊക്കെ വരുന്നത്. ലന്തനം വരുന്ന എവിടെയാണ്? നമ്മുടെ പി ബ്ലോക്ക് കഴിഞ്ഞ് പി ബ്ലോക്ക് കൂടിയാണ്. അത് കഴിഞ്ഞ് എസ് ബ്ലോക്ക് കഴിഞ്ഞ് ഇവിടെ ഡി ബ്ലോക്കിൽ എന്താ ഇത് 3D സീരീസ്, ഇത് 4D, ഇത് 5D, ഇത് 6D എന്നൊക്കെ നമുക്കറിയാം. 6D ഇൻകംപ്ലീറ്റ് സീരീസ് എന്ന് പറയാം. ഇതിൽ വരുന്ന ഫസ്റ്റ് എലമെന്റ് ഇതാ എന്താണ്? സ്കാൻഡിയം. നേരത്തെ പറഞ്ഞു സ്കാൻഡിയം, ഇട്രിയം, ലന്താനം ആൻഡ് ആക്ടീനിയം. ഈ ലന്താനം കഴിഞ്ഞ ഉടനെ നമുക്കാണെങ്കിൽ നേരെ താഴേക്ക് വരുന്ന 4f സീരീസും ആക്ടീനിയം കഴിഞ്ഞാൽ എന്താണ് 5f സീരീസും വരുന്നതാണ്. പിന്നെ അടുത്ത എലമെന്റിന്റെ അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? അറ്റോമിക് നമ്പർ നമുക്കറിയാം എത്രയാണ്? 20. നേരത്തെ പറഞ്ഞു 21ആണ്, ഇത് 39ആണ്, ഇത് 57ആണ്, ഇത് 89ആണ്. ഇവിടെ വ്യത്യാസം 18ആണ്, പിന്നെ 32ആണ്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് വരുന്ന 58ാമത്തെ എലമെന്റ് മുതലോ അല്ലെങ്കിൽ 90ാമത്തെ എലമെന്റ് മുതലോ വരുന്ന എലമെന്റ്സ് നമ്മുടെ എന്താണ് 4f സീരീസും 5f സീരീസ്. ദാറ്റ് ഇസ് ദ ലാന്തനൈറ്റ്സ് കമ്മിങ് ഫ്രം 58 ഓൺവേർഡ്സ്. 58 കഴിഞ്ഞ് അപ്പോൾ ശ്രദ്ധിക്കുക, പീരിയോഡിക് ടേബിൾ നമ്മൾ അറ്റോമിക് അടുത്ത സ്കാൻഡിയം മെറ്റീരിയൽ എന്താണ്? സ്കാൻഡിയം കഴിഞ്ഞിട്ട് വരുന്ന എലമെന്റ് എന്താണ്? ടൈറ്റാനിയം. ഇവിടെ വരുന്ന 22ാമത്തെ ടൈറ്റാനിയം ആണ്. 40ാമത്തെ എലമെന്റ് ടൈറ്റാനിയം, സിർക്കോണിയം, ഹാഫ്നിയം ഒക്കെയാണ്. മനസ്സിലായില്ലേ? ഇവിടെ വരുന്ന എലമെന്റ് അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? ഇത് കഴിഞ്ഞിട്ട് 57 57 കഴിഞ്ഞിട്ട് വരുന്നത് എത്രയായിരിക്കും? 57, 10, 61, 71 കഴിഞ്ഞിട്ട് 72 അവിടെ വരിക. മനസ്സിലാകുന്നുണ്ടോ? 14 ഇങ്ങോട്ട് പോകും. അതേപോലെ 89, 103 കഴിഞ്ഞിട്ട് 104ാമത്തെ എലമെന്റ് ആണ് 89 ശേഷം ഇവിടെ വരിക. ബാക്കി 14 നേരെ താഴെയുള്ള ഗ്രൂപ്പ്. നിങ്ങൾ മനസ്സിലാക്കി പീരിയോഡിക് ടേബിളിന്റെ ചിത്രം ഓർമ്മയില്ല, ഇവിടെ കാണിക്കാൻ സൗകര്യമൊന്നുമില്ല. പീരിയോഡിക് ടേബിളും കാണാനില്ല, കോളേജിൽ ഉണ്ടായിരുന്നു, ഇവിടെ കാണുന്നില്ല. ഓക്കെ, പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ 57 കഴിഞ്ഞ ഉടനെ കാണുന്നത് എത്രയാണ്? നമ്മള് കാണുന്നത് 39, 40 ആണ്. പക്ഷെ 57 കഴിഞ്ഞിട്ട് കാണുന്നത് എത്രയായിരിക്കും? 58 ആയിരിക്കില്ല. 57 കഴിഞ്ഞ് 58 മുതൽ 71 വരെ ഉള്ള എലമെന്റ്സ് ആണ് നമ്മുടെ എന്ത് വരുന്നത്? ഈ പറഞ്ഞ 4f സീരീസിലേക്ക് വരുന്നത്. 72 ആയിരിക്കും ബാക്കി അറ്റോമിക് നമ്പർ വരിക. മനസ്സിലായില്ലേ? ഇത് ഓർത്തൊക്കെ വളരെ എളുപ്പമാണ്. അതേപോലെ അടുത്തത് 89 കഴിഞ്ഞാല് 90 ഇവിടെ വരില്ല. 90 പോയി 90 മുതൽ 103 വരെ കഴിഞ്ഞ് 104ആണ്. ഇത് 72, 104. നിങ്ങൾക്കറിയാം 72, 104 വ്യത്യാസം വീണ്ടും 32 ആയിരിക്കും. S2, P6, D10, F40 എന്നുള്ള 14, 24, 24, 32 കൂട്ടുന്ന വ്യത്യാസം. ഇവിടെയൊക്കെ വ്യത്യാസത്തിലാണ് 18 ആയി. അതിനിടയ്ക്ക് F ഓർബിറ്റിൽ വരാത്തതുകൊണ്ടാണ്. F ഓർബിറ്റിൽ വരുമ്പോൾ ഡിഫറൻസ് എത്രയാവും? 32 ആവും. ഇതൊക്കെ ഓർത്ത് വെക്കുന്നതും മനസ്സിലാക്കി വെക്കുന്നതും പല കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ശ്രദ്ധിക്കുക. ഓക്കെ, ഈ എലിമെന്റ്സിന്റെ പേര് നമ്മൾ 14 ഓർത്ത് വെക്കാൻ നമുക്ക് പറ്റില്ല, അതിന്റെ ആവശ്യമില്ല. ഓർത്ത് വെച്ചാൽ അന്ന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത്ര എളുപ്പമല്ല. ലന്താനം, സീറിയം, പ്രോമേറ്റിയം, സമേരിയം, ഗഡോണിനെ, യൂറോപ്യം, അങ്ങനെ പോയിട്ട് അവസാനം തിരഞ്ഞെടുക്കുക ലുട്ടീഷ്യമാണ്. എത്രാമത്തേത്? 70 നമ്പർ 71. 57, 14, 71. ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? മറ്റേപോലെ 89, 14, 103ാമത്തെ എലമെന്റ് ആണ് ഇതിന്റെ 5f സീരീസിന്റെ ലാസ്റ്റ്. 104ാമത്തെ വീണ്ടും നമ്മുടെ ഡി ബ്ലോക്കിലേക്ക് തന്നെ പോകും. മനസ്സിലായില്ലേ? 104ാമത്തെ ഡി ബ്ലോക്കിലാണ്, 103ാമത്തെ എലമെന്റ് എഫ് ബ്ലോക്കിലാണ്. അത് ശ്രദ്ധിക്കാം. ഓക്കെ, വാട്ട് ഇസ് ദ മെയിൻ ഡിഫറൻസ്? നമ്മൾ സിലബസ് പറഞ്ഞ നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ 4f ആൻഡ് 5f ഓർബിറ്റ്. 4f and 5f ഓർബിറ്റ്. 4f ഓഫ് കോഴ്സ് 4f ഉള്ളിലാണ്, 5f അതിന്റെ പുറത്തായിരിക്കും. അത് മാത്രമല്ല വ്യത്യാസം. ഈ 4f ഓർബിറ്റലും 5f ഓർബിറ്റലും they differ in the radial distribution function. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണോ 2s-ഉം 1s-ഉം തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം. 1s-ഉം 2s തമ്മിൽ വ്യത്യാസം. 1s-ഉം 2s രണ്ട് സ്പെറിക്കൽ സിമെട്രിക് ആയിട്ട് കാര്യമില്ല. 1s-ന് കഴിഞ്ഞ് 2s വരുമ്പോൾ ഒരു നോഡ് ഉണ്ട്. ശരിക്കും ഒരു സ്ഫിയറിന്റെ ഉള്ളില് വേറെ സ്ഫിയർ പോലെയാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു എന്താണ് നോഡൽ സർഫസ് ഉണ്ട്. അപ്പൊ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഒരു നോഡൽ സർഫസ് ഇപ്പോഴും പഠിക്കുന്നുണ്ടാവും. ഈ സെമസ്റ്ററും പഠിച്ചിട്ടുണ്ടാവും. ക്വാണ്ടം മെക്കാനിക്സിന്റെ ഭാഗത്ത് വരുന്നതാണ് അതൊക്കെ.
അതേപോലെ ഈ 4f 5f തമ്മിൽ വ്യത്യാസമുണ്ട്. 4f is actually yes more compact or more concentrated on nucleus compared to the 5f orbit. 5f orbital കുറച്ചുകൂടി ഡിഫ്യൂസ് ആണ്. f orbital ഷേപ്പ് നമുക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ വരക്കാം. എന്നിട്ട് 4f അങ്ങനെ 5f ഇങ്ങനെയാണ് വരുന്നത്. 4f ശരിക്കും പറഞ്ഞാൽ ഈ 6s-ന്റെയും 5s-ന്റെയും 5p-ന്റെ ഒക്കെ ഉള്ളിലായിട്ട് 5s-ന്റെ 5p-ന്റെ ഉള്ളിലായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു ഓർബിറ്റലാണ് 4f ഓർബിറ്റൽ. It is more shielded from the S, shielded by the outer orbitals compared to 5f orbitals. 5f orbitals are more diffuse. അതാണ് പ്രധാന വ്യത്യാസം. 4f ഓർബിറ്റിനുള്ളിൽ ഒതുങ്ങി കിടക്കാണ്. അതിന്റെ പുറത്തുള്ള ഓർബിറ്റൽസ് ഒക്കെ വന്നിട്ട് യെസ് ലന്തനൈറ്റ്സിൽ ഈ ഓർബിറ്റിൽ പൂർണ്ണമായും ഇതിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ദിസ് ഈസ് ദ ലോകാധികരിക്കാം വിചാരിക്കുക അങ്ങനത്തെ ചിത്രങ്ങൾ ഓർബിറ്റിലെ ചിത്രമൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. എസിന്റെയും പിന്റെയും ഡിന്റെയും വരക്കുമ്പോൾ നമുക്ക് എഫ് വരക്കാൻ പറ്റും. ഇറ്റ് ഇസ് മോർ കോംപ്ലിക്കേറ്റഡ്. സാറല്ല ഇതാണ് ഓർബിറ്റിൽ നോക്കുക. ഈ ഓർബിറ്റില് മറ്റ് അതിന് പുറത്ത് വരുന്ന കാരണം ഇത് പ്രീ പെനാൾട്ടിമേറ്റ് ഫെയിലിയറാണ് 5s-ന്റെ 5p-ന്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു ഓർബിറ്റിലാണ് 4f ഓർബിറ്റൽ. അതിന്റെ പുറത്ത് പല ഓർബിറ്റൽസ് ഉള്ളത് കൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? യെസ് ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ദി ലിഗൻഡ്സ്. അതിന്റെ പുറത്ത് വരുന്ന ഗ്രൂപ്പുകളായിട്ട് അതിന് വലിയ ഇന്ററാക്ഷൻ നടത്താൻ പറ്റില്ല. പറയുന്ന കാര്യം മനസ്സിലാകുന്നല്ലോ. അതുകൊണ്ട് എന്താ കുഴപ്പം? അതുകൊണ്ട് പ്രധാന കുഴപ്പം നമുക്കറിയാം മെറ്റൽസ് ട്രാൻസിഷൻ മെറ്റൽസിലൊക്കെ എന്തുകൊണ്ടാണ് ഡി ഓർബിറ്റൽസിന്റെ എനർജിയിലേക്ക് വരുന്ന വ്യത്യാസം? നമുക്കറിയാം ഡി ഓർബിറ്റൽസ് കോംപ്ലക്സ് ഒക്കെ പഠിച്ചിട്ട് നമ്മുടെ ഡി ഓർബിറ്റൽ എനർജീസ് ആർ ഡിഫറെന്റ് അല്ലേ? T2 G ഒക്കെ ഓർബിറ്റലിന്റെ എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ചില എനർജി കൂടുതൽ കുറവൊക്കെ ആവുന്നു. ദാറ്റ് ഈസ് എഫക്റ്റഡ് ബൈ ദി എക്സ്റ്റേണൽ ലിഗാൻഡ് ഫീൽഡ്. പുറത്ത് വരുന്ന ആനോൺസോ ലിഗാൻഡ്സ് ആരും കാട്ടെ അത് ഈ ഓർബിറ്റലിനെ ബാധിക്കും ഡി ഓർബിറ്റൽസ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ 4f ഓർബിറ്റലിന് അത് എന്താണ് ഷീൽഡഡ് ബൈ ഫ്രം ദി ഇഫക്റ്റ് ഓഫ് ഔട്ടർ ലിഗൻഡ്സ് ഓർ ഗ്രൂപ്പ്സ് എന്തെങ്കിലാവട്ടെ മറ്റാരുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ഈ DF4f ഓർബിറ്റല് കാര്യമായിട്ട് അതിൽ പങ്കെടുക്കാൻ പറ്റില്ല. കോവാലന്റ് കൊണ്ടുപോകാൻ ചെയ്യാൻ പറ്റില്ല, അയനൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താണ് കാരണം? ബിക്കോസ് ഇറ്റ് ഈസ് വെൽ ഇൻസൈഡ് ദി ആറ്റം വി ക്യാൻ സേ ഓർ വെൽ ഷീൽഡഡ് ഫ്രം ദി ഔട്ടർ അറ്റ്മോസ്ഫിയർ ബൈ ദി by the outer 5s and 5p. 5s 5p ഓർബിറ്റൽ ശരിക്കും പറഞ്ഞാൽ കവർ ചെയ്ത് പിടിക്കുന്നവരെ പിടിച്ചിട്ട് അതിന്റെ പുറത്തുള്ള ലിഗാൻഡ്സിന്റെ ആനോൺസിന്റെ ഒക്കെ എഫക്റ്റിൽ പരമാവധി സംരക്ഷിക്കുന്നതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് യു കൻ സേ ഇറ്റ് ഈസ് നോട്ട് പെർട്ടേബ്ഡ് ബൈ ദി ലിഗാൻഡ് ഫീൽഡ് എന്ന് പറയും. ലിഗാൻഡോ അല്ല മറ്റ് ഗ്രൂപ്പുകളായിട്ട് അതിന് യാതൊരു വിധത്തിൽ എഫക്റ്റ് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോവാലന്റ് ഫോർമേഷനിലോ അയോണിക് ബോണ്ട് ഫോർമേഷനിലോ ഒന്നും ഈ 4f ഓർബിറ്റൽസ് പങ്കെടുക്കുന്നില്ല. അത് വളരെ ക്ലിയർ ആയിരിക്കുന്നത് ലാന്തനൈഡ്സ് പറയുന്നത് ക്ലിയർ ആകുന്നില്ലെങ്കിൽ ലാന്തനൈഡ്സ് ഷോ ദ മോസ്റ്റ് കോമൺ ഓക്സിജൻ സ്റ്റേറ്റ് ഓഫ് +3. +3-അപ്പുറം ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്ന ലാന്തനൈഡ്സ് വളരെ അപൂർവം. മിക്കവാറും എല്ലാത്തിനും +3. മനസ്സിലായില്ലേ? കോവാലന്റ് ഫോർമേഷനിലാണെങ്കിലും അത് 3 മാത്രമേ ബാലൻസ് ചെയ്യും, അതിലപ്പുറത്തേക്ക് കാണിക്കില്ല. മനസ്സിലായില്ലേ? ബട്ട് ഹിയർ in the case of actinides പ്രധാന മൂന്ന് തരത്തിൽ എന്താണ് +3 അത് കുറച്ച് ക്ലിയർ ആവും. actinides കേസിൽ actinides outer orbitals are the 5f orbitals. ഈ 5f orbitals are said to be more diffuse. അത് ആറ്റത്തിന്റെ പെരിഫറി മനസ്സിലുണ്ടോ? ഇത് ആറ്റത്തിന്റെ പെരിഫറി ആണെങ്കിൽ 4f orbitals ഇങ്ങനെയാണ് കിടക്കുന്നത്, 5f orbital ഇങ്ങനെയാണ് കിടക്കുന്നത്. ആറ്റത്തിന്റെ പെരിഫറിയിൽ അപ്പുറത്തേക്ക് ശരിക്കും പെരിഫറി ഫോം ചെയ്യുന്നത് ആരാണ്? 4f ഓർബിറ്റലാണ്. മറ്റേ പുറത്ത് വരുന്ന ഓർബിറ്റലൊക്കെ കൂടി ഇത് പറയുന്നത് മനസ്സിലാണെങ്കിൽ ഷീത്ത് പോലെ ഉള്ളിൽ കവർ ചെയ്ത് പോയിരിക്കും 4f ഓർബിറ്റൽ. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഒരു ഗ്രൂപ്പ് ആയോണോ ഇത് കൂടെ ഒരിക്കലും ഇതുമായിട്ട് ഒരു ബോണ്ടിങ് ഇന്ററാക്ഷൻ സാധ്യമല്ല. നേരെ കുറച്ച് ഇവിടെയാണെങ്കിലോ അത് സാധ്യമാണ്. ആർക്ക്? 5f ഓർബിറ്റൽ. അതുകൊണ്ട് എന്താ വെച്ചുള്ളത്? വെച്ചല്ല, എന്ത് വ്യത്യാസമുള്ളത്? ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ 4f ആൻഡ് 5f ഓർബിറ്റൽസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താ വ്യത്യാസമുള്ളത്? യു കൻ സീ ദാറ്റ് യെസ് ദിസ് ക്യാൻ ഫോം, ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ഞാൻ പറയാണ്, ദിസ് ക്യാൻ ഫോം കോംപ്ലക്സസ്. കോംപ്ലക്സ് ഫോം ചെയ്യാൻ പറ്റും. Actinides elements form a lot of complexes, and not only that, they show
ഓക്സിഡേഷൻ സ്റ്റേറ്റ് വെൽ അബോവ് +3 +4 +5 +6 +7 ഒക്കെ കാണിക്കുന്നത് ഓക്സിഡേഷൻ. ഈ ഇലക്ട്രോൺസിനും കൂടി ചുരുക്കി പറഞ്ഞാല് ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. And they can form covalent bonds and they can form complexes, even complexes with a pi bonding ligands. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ pi bonding ligands കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്? ട്രാൻസിഷൻ മെറ്റൽസിന്റെ കേസിൽ മെറ്റലിന്റെ ഫീൽഡ് ഡി ഓർബിറ്റലും ലിഗാൻഡിന്റെ ഏതെങ്കിലും എം ടി ഓർബിറ്റലും തമ്മിലുള്ള ബാക്ക് ബോണ്ടിങ്ങിൽ കൂടിയാണ് പൈ ബോണ്ടിങ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. കാർബണൈഡ്സിലൊക്കെ മെറ്റൽ കാർബണൈഡ്സ് നിങ്ങൾ നേരത്തെ ഡിഗ്രി ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ശരിക്കും മെറ്റൽ ലിഗാൻഡ് സിഗ്മ ബോണ്ടിങ് അല്ല ലിഗാൻഡ് ടു മെറ്റൽ സിഗ്മ ബോണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കാർബൺ മോണോക്സൈഡ് ലിഗാൻഡ് ആണെങ്കിൽ ഇതാ കാർബൺ മോണോക്സൈഡിന്റെ ഒരു ഫീൽഡ് ഓർബിറ്റലും മെറ്റലിന്റെ ഒരു എം ടി ഓർബിറ്റലും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് സാധാരണ നമ്മൾ കോർഡിനേറ്റ് കൊണ്ടുവന്നത്. ലിഗാൻഡ് ഡൊണേറ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺ ടു ദി മെറ്റൽ. ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഫാക്ടറാണ് തിരിച്ചുള്ള പഠിച്ചിട്ടുള്ളത് ബാക്ക് ബോണ്ടിങ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? അത് മെറ്റലിന്റെ ഡി ഓർബിറ്റലും ലിഗാൻഡിന്റെ മെറ്റലിന്റെ ഫീൽഡ് ഡി ഓർബിറ്റലും ലിഗാൻഡിന്റെ എം ടി ഓർബിറ്റൽ. അപ്പൊ എന്താണ്? മെറ്റൽ ടു ലിഗാൻഡ് നേരെ തിരിച്ചാണ്. ഇലക്ട്രോൺ അങ്ങോട്ട് പോവാണ്, മറ്റേ അങ്ങനെ ഇങ്ങോട്ട് വരികയാണ്. This is a ligand to metal sigma bond and this is metal to ligand pi. ഈ രണ്ട് ബോണ്ടിന്റെയും മ്യൂച്വൽ സിനർജിക് ഇഫക്റ്റ്, മ്യൂച്വലി സ്ട്രെങ്തനിങ് ഇഫക്റ്റ് കൊണ്ടാണ് ഈ പൈ ബോണ്ടിങ് ലിഗൻഡ്സ് വളരെ സ്ട്രോങ് കോംപ്ലക്സ് കാർബൺ മോണോക്സൈഡ് ഫോസ്ഫീൻ ലിഗൻഡ് പോലുള്ള ലിഗൻഡ്സ് വളരെ സ്ട്രോങ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് അല്ല, സ്റ്റേബിൾ കോംപ്ലക്സസ് form the strong bond between metal and the ligand is actually due to the synergic interaction of these two types of bonds. ഈ ടൈപ്പ് ബോണ്ടിങ് പോസിബിൾ ആണ് ഏത് കേസിൽ? In the case of actinides, and we can see that actinides form a lot of complexes not only with this anions like chloride, sulfate, etc., but also with pi bonding ligands like phosphine ligands, thioethers, etc. Thioethers phosphine ഒക്കെ pi bonding ligands ആണ്. അപ്പോൾ ഈ d orbitals അതിന് ഉപയോഗിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? Because it is less shielded compared to fluorine is completely shielded from the outer atmosphere by the overlying orbitals like 5s and 5p. 5s 5p ഒക്കെ കംപ്ലീറ്റ് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിന് ഓർബിറ്റ് നേരമാറ്റി ഇതിനാണല്ലോ ഇതിന് ഈ ഓർബിറ്റിലായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഇത് 5f ആണ്. മനസ്സിലാക്കി ഇതാണ് വ്യത്യാസം. സോറി 4f അല്ല, ഇത് 5f ആണ്, ഇത് 4f ആണ്. 4fന് ചുറ്റും മറ്റ് ഓർബിറ്റൽസ് ഉള്ളതുകൊണ്ട് 4fന് ഔട്ടർ എൻവയോൺമെന്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. Because it is well as buried inside the atom, you can say, whereas the 5f orbitals are more diffuse. മനസ്സിലാണ്ടോ? അതാണ് പ്രധാന വ്യത്യാസം 4f 5f. ഈ വ്യത്യാസം വരാനുള്ള കാരണം because of the difference in the radial distribution function of 4f and 5f orbitals. ഇപ്പോൾ 4f എന്ന മനസ്സിൽ കാണുന്നത് 4f ഓർബിറ്റൽസ് ലാന്തറൈറ്റ് ആറ്റത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി കിടക്കുന്നതാണ്. 5f ഓർബിറ്റൽസ് ആക്ടിനൈറ്റിന്റെ ഉള്ളിൽ ഒതുങ്ങി കിടക്കുന്നതിന് പകരം കുറച്ചുകൂടി മോർ ഡിഫ്യൂസ് ആണ്, മോർ പെനിട്രേറ്റിംഗ് ആണ്, മോർ പെനിട്രേറ്റിംഗ് ഇൻ ടു ദി സ്പേസ് കമ്പയർഡ് ടു ദ 4f ഓർബിറ്റൽ. വ്യത്യാസം മനസ്സിലുണ്ടോ? 4fനെ അപേക്ഷിച്ച് 5f ഓർബിറ്റൽസ് മോർ പെനിട്രേറ്റിംഗ് ഓർ മോർ ഡിഫ്യൂസ് ആണ്. ഡിഫ്യൂസ് കൂടുതൽ അതിന്റെ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ ഇങ്ങോട്ടുണ്ട്, മെറ്റീരിയൽസ് ഇവിടെ ഒതുങ്ങി കഴിയാണ്, അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് ഔട്ടർ അറ്റ്മോസ്ഫിയറിൽ അതായത് അതിന്റെ പുറത്ത് ആറ്റത്തിന്റെ പെരിഫറിക്ക് പുറത്തുള്ള ഈ ഓർബിറ്റൽസുമായിട്ടോ അല്ലെങ്കിൽ എൻവയോൺമെന്റുമായിട്ടോ ഇന്ററാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പറഞ്ഞ് മനസ്സിലായില്ലേ? ആൻഡ് they can make use of only the other orbitals for bonding. പുറത്തുള്ള ഓർബിറ്റൽസ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. 4f is not suitable for bonding, especially for covalent bonding. ഇവിടെ അയോണിക് ബോണ്ടിലോട്ട് അയോഡൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ലന്തനൈറ്റ്സിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് പലപ്പോഴും +3 അവസാനിക്കുകയാണ്. ആക്ടിനൈറ്റ്സിന്റെ +4. ഈ 5s ഉം 5p ഉം 5f ഉം 6s ഒക്കെ ഫസ്റ്റ് വേണ്ട 5f അതിനൊപ്പം നിന്നുണ്ടാവും 6 ഉണ്ടാവും, 7s2 വരെ ഉണ്ട്, 6s2p6. ഈ ഓർബിറ്റൽസിന്റെ ഒക്കെ എനർജി നമുക്കറിയാം. പുറത്തോട്ട് നേരത്തെ പറഞ്ഞ് അതിനനുസരിച്ച് ഓർബിറ്റൽസ് നമ്മുടെ എനർജി വ്യത്യാസം കുറഞ്ഞ് ഇതൊക്കെ ഓൾമോസ്റ്റ് സെയിം എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഇൻ ബോണ്ടിങ് സം or all of these electrons may be involved. അത് ഇവിടുന്ന് കാരണം എന്താണ്? സാധാരണഗതിയിൽ ഏറ്റവും പുറത്തുള്ള ഏറ്റവും എനർജി കൂടിയ അല്ലേ ഓർബിറ്റൽസ് മാത്രമേ ഇൻവോൾവിംഗ് പോകും. ഇവിടെ അങ്ങനെയല്ല, കൂടുതൽ ഇതെല്ലാത്തിനും ഏകദേശം ഒരേ എനർജിയാണ്. സോ ദാറ്റ് all these orbitals may be used in bonding. ഇതും ഒക്കെ പറഞ്ഞത് മനസ്സിലാണ്ടോ? അതുകൊണ്ടാണ് ഇതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് പലപ്പോഴും വളരെ +3 +4 +5 +6 +7 മനസ്സിലായില്ലേ +8 വരെയൊക്കെ പോകുന്നത്. ബിക്കോസ് ഓഫ് ദ ഓൾമോസ്റ്റ് സിമിലർ എനർജി ഓഫ് ദീസ് ഓർബിറ്റൽസ്. പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? അപ്പോൾ 4f ഓർബിറ്റൽ 5f ഓർബിറ്റൽ വ്യത്യാസം ഇതാണ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പ്രധാനമായിട്ടുണ്ട് അതിന്റെ
സ്പെക്ട്രൽ പ്രോപ്പർട്ടീസിലും അതാണ് പ്രധാന കാര്യം. ഇത് ഇത്രയും നേരം പറഞ്ഞത് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ആവുന്നുള്ളൂ. സ്പെക്ട്രൽ പ്രോപ്പർട്ടീസിലും അതേപോലെ തന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിലും എങ്ങനെയാണ് ലാന്തനൈഡ്സും മാഗ്നൈഡ്സും വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. സ്പെക്ട്രൽ ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് അത് രണ്ടേ പറയുന്നു നമ്മുടെ സിലബസിൽ. ഓക്സിജൻ സ്റ്റേറ്റിനെ പറ്റിയോ ബോണ്ടിങ്ങിനെ പറ്റിയോ കോംപ്ലക്സ് ഫോർമേഷനെ പറ്റിയോ ഒരു കാര്യവും സിലബസിൽ പ്രത്യേകം പറയുന്നത് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെക്ട്രൽ ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. അടുത്ത ക്ലാസ്സിൽ സമയമായിട്ടുണ്ട്. Okay, we'll continue in the next class. Okay.